നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് നമുക്കിങ്ങനെ ഒരു ഫയൽ അപ്ലോഡ് ചെയ്യാം നമ്മുടെ സെർവറിലോട്ട് ക്ലയൻറ്റ് സൈഡിൽ നിന്ന് നമുക്കങ്ങനെ ഒരു ഫയൽ അപ്ലോഡ് ചെയ്യാമെന്നാണ് പഠിക്കാൻ പോകുന്നത്. നമ്മൾ ആദ്യം അതിനുവേണ്ടി ചെയ്യേണ്ടത് നമ്മളൊരു ഫോം എലമെൻറ്റ് ക്രിയേറ്റ് ചെയ്യാം. സോ ഫോം എലമെൻറ്റ് ആക്ഷൻ നമ്മൾ തൽക്കാലം ബ്ലാങ്ക് ആയി കൊടുക്കുന്നു. ശേഷം നമ്മൾ മെത്തേഡ് നമ്മൾ പോസ്റ്റ് കൊടുക്കുന്നു, പോസ്റ്റ്. അതിനുശേഷം ഒരു ആട്രിബ്യൂട്ട് കൂടി കൊടുക്കേണ്ടതുണ്ട്. സോ ENC എൻകോഡിംഗ് ടൈപ്പ്. സോ ഇതിൽ നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് മൾട്ടി പാർട്ട് ഫോം ഡാറ്റ. സോ ഇത് സെലക്ട് ചെയ്യുക. അതിനുശേഷം നമുക്ക് നമ്മുടെ ഇൻപുട്ട് എലമെൻറ്റ് കൊടുക്കാം. ഇൻപുട്ട് എലമെൻറ്റ് ടൈപ്പ് നമുക്ക് ഫയൽ, അതിൻ്റെ നെയിം നമുക്ക് ഫയൽ കൊടുക്കാം. അതിനുശേഷം ഒരു ബട്ടൺ ആഡ് ചെയ്യാം, ബട്ടൺ. സോ ടൈപ്പ് നമുക്ക് സബ്മിറ്റ് കൊടുക്കാം, സബ്മിറ്റ്. വാല്യൂ നമുക്ക് അപ്ലോഡ് എന്ന് കൊടുക്കാം, അപ്ലോഡ്. സേവ് ചെയ്യാം. സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു രീതിയിൽ ലഭിക്കുന്നതായിരിക്കും. ചൂസ് ഫയൽ എന്ന് പറയുന്ന ഒരു ബട്ടൺ. അതിനുശേഷം നമ്മൾ അപ്ലോഡ്. നമ്മൾ ഇതിൽ ക്ലിക്ക് ചെയ്ത് നമ്മുടെ ഫയൽ സെലക്ട് ചെയ്ത് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ സെർവറിൽ ലഭിക്കണം അത്. സോ അതെങ്ങനെയാണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ നമ്മൾ app.py എന്ന് പറയുന്ന ഫയലിൽ വരിക. നമുക്ക് പുതിയൊരു ആപ്പ് റൗട്ട് ക്രിയേറ്റ് ചെയ്യാം, റൗട്ട്. സോ നമ്മൾ അപ്ലോഡ് എന്ന് പറയുന്ന ഒരു എൻഡ് പോയിൻ്റ് ക്രിയേറ്റ് ചെയ്യുന്നു, അപ്ലോഡ്. സോ നമ്മൾ അവിടുന്ന് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഫംഗ്ഷനാണ് റൺ ആവേണ്ടത്. സോ അപ്ലോഡ്. സോ നമുക്ക് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാം. ഫംഗ്ഷൻ നമ്മൾ അപ്ലോഡ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നു, അപ്ലോഡ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നു. ശേഷം നമുക്ക് ഈ ഒരു നമ്മുടെ വെബ്സൈറ്റ് അഡ്രസ്സ് കോപ്പി ചെയ്യാം. ശേഷം നമുക്ക് index.html പോവുക. അതിനുശേഷം നമുക്ക് ഈ ആക്ഷൻ എന്ന് പറയുന്ന ഭാഗത്ത് വരിക, പേസ്റ്റ് ചെയ്യുക. അതിനുശേഷം നമുക്ക് സബ്മിറ്റ് ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഏത് പേജിലോട്ടാണ് പോകേണ്ടത്. സോ നമ്മളവിടെ ക്രിയേറ്റ് ചെയ്ത അപ്ലോഡ് എന്ന് പറയുന്ന ആ ഒരു എൻഡ് പോയിൻ്റ് നെയിം ഇവിടെ കൊടുക്കുന്നു. ശേഷം നമ്മൾ വീണ്ടും app.py വരുന്നു. അപ്ലോഡിൽ നമ്മൾ ആദ്യമായി ചെയ്യുന്നത് നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഫയൽ ആക്സസ് ചെയ്യുകയാണ്. സോ ഫയൽ ഈക്വൽ ടു റിക്വസ്റ്റ് ഡോട്ട് ഫയൽസ്. അതിനുശേഷം നമ്മൾ നമ്മുടെ ഫയൽ നെയിം എന്ന് പറയുന്നത് index.html ഫയൽ നെയിം ഫയലായിരുന്നു. ആ ഫയൽ എന്നുള്ള സ്ട്രിങ് നമ്മളോട് കൊടുക്കുക, ഫയൽ. ശേഷം നമുക്ക് നമ്മുടെ ഫയൽ ഏത് ഫോൾഡറിലാണ് നമുക്ക് സ്റ്റോർ ചെയ്യേണ്ടത്. നമുക്ക് സ്റ്റാറ്റിക്കൽ ഇമേജ് എന്ന് പറയുന്ന ഫോൾഡറിലാണ് നമുക്ക് നമ്മുടെ ഫയൽ സ്റ്റോർ ചെയ്യേണ്ടത്. സോ ഇത് നമ്മൾ ചെയ്യേണ്ടത് app.config, നമ്മൾ ആപ്പ് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നതിന് താഴെ വന്നതിന് ശേഷം app.config അപ്ലോഡ് പാത്ത് എന്ന് ഇതുപോലെ കൊടുക്കുക. അതിനുശേഷം നമ്മുടെ ഫോൾഡറിൻ്റെ കംപ്ലീറ്റ് പാത്ത് ഇവിടെ കൊടുക്കുക. സ്റ്റാറ്റിക്കൽ ഇമേജസ് എന്ന് പറയുന്ന ഫോൾഡറിലാണ് നമുക്ക് നമ്മുടെ അപ്ലോഡ് ചെയ്യുന്ന ഇമേജസ് സേവ് ആവേണ്ടത്. ശേഷം നമ്മൾ ഫയൽ ഉപയോഗിച്ച് സേവ് എന്ന് പറയുന്ന മെത്തേഡ് നമ്മൾ കോൾ ചെയ്യുന്നു, സേവ്. സോ ഇതിൽ നമ്മൾ ആദ്യം കൊടുക്കേണ്ടത് ഈ ഒരു app.config അപ്ലോഡ് പാത്ത് എന്നുള്ളത്. ഇതിൽ നമുക്ക് ആദ്യം നമ്മൾ OS മോഡ്യൂൾ കോൾ ചെയ്യാം, os.path.join. ശേഷം ബ്രാക്കറ്റിനുള്ളിൽ നമ്മൾ നമ്മുടെ അപ്ലോഡ് പാത്ത് കൊടുക്കുക. അപ്ലോഡ് പാത്ത് നമ്മൾ ജസ്റ്റ് ഇത് ഇവിടുന്ന് കോപ്പി ചെയ്യുന്നു. നമ്മൾ ഇവിടെ അപ്ലോഡ് ജോയിൻ എന്ന് പറയുന്ന ബ്രാക്കറ്റിനുള്ളിൽ ഇത് കൊടുക്കുന്നു. അതിനുശേഷം ഒരു കോമ കൊടുത്ത ശേഷം നമ്മുടെ ഫയൽ നെയിം. സോ ഈ ഒരു രീതിയിൽ കൊടുക്കുക. സോ നമ്മുടെ പാത്തും ഈ ഒരു ഫയൽ നെയിമും ജോയിൻ ചെയ്തിട്ടുള്ള ഒരു ആ ഇമേജിലോട്ടുള്ള ഒരു കംപ്ലീറ്റ് പാത്ത് ഈ os.path.join എന്ന് പറയുന്ന മെത്തേഡ് വഴി നമുക്ക് ലഭിക്കുന്നതായിരിക്കും. അതിവിടെ സേവ് ആവുന്നതായിരിക്കും. സോ അതിന് നമ്മൾ ഇവിടെ ഇമ്പോർട്ട് OS എന്ന് പറയുന്ന ഈ ഒരു മോഡിൽ ഇവിടെ ഇമ്പോർട്ട് ചെയ്യേണ്ടതാണ്, ഇമ്പോർട്ട് OS. സോ ഇത്രയും ചെയ്ത് കഴിഞ്ഞ് ഇവിടെ നമ്മൾ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് അപ്ലോഡ് എന്ന് കൊടുക്കുക. ഓക്കെ, സേവ് ചെയ്യാം. ഇത്രയും ചെയ്ത് കഴിഞ്ഞ് നമുക്ക് നമ്മുടെ പ്രോഗ്രാം ഒന്ന് റൺ ചെയ്ത് നോക്കാം. സോ റൺ ചെയ്ത് നമുക്ക് നമ്മുടെ വെബ് പേജിൽ പോവാം. റിഫ്രഷ് ചെയ്ത ശേഷം നമുക്ക് ചൂസ് ഫയലിൽ ക്ലിക്ക് ചെയ്യുന്നു. ഞാൻ ഈ ക്യാറ്റ് എന്ന് പറയുന്ന ഫയൽ സെലക്ട് ചെയ്തു, ഓപ്പൺ. ശേഷം ഞാൻ അപ്ലോഡ് എന്ന് പറയുന്ന നമുക്കൊരു കാര്യം കൂടി ഇവിടെ ചെയ്യാം. അപ്ലോഡ് ആയി കഴിഞ്ഞാൽ നമുക്ക് റിട്ടേൺ അപ്ലോഡഡ് സക്സസ്ഫുള്ളി എന്ന് കൊടുക്കാം. ഓക്കെ, സക്സസ്ഫുള്ളി. സേവ് ചെയ്യാം. സോ നമുക്കൊന്നും കൂടി റിഫ്രഷ് ചെയ്യാം. റിഫ്രഷ് ചെയ്ത ശേഷം നമുക്ക് ഫയൽ സെലക്ട് ചെയ്യാം. ക്യാറ്റ് എന്ന് പറയുന്ന ഫയൽ സെലക്ട് ചെയ്യുന്നു. സോ അപ്ലോഡ് ആയി കഴിഞ്ഞാൽ നമുക്ക് അപ്ലോഡ് സക്സസ്ഫുള്ളി എന്ന് കാണിക്കും. സോ അപ്ലോഡിൽ ക്ലിക്ക് ചെയ്യാം. സോ നമുക്ക് app.route സോ നമുക്കിത് വരുന്നില്ല. നമുക്ക് എന്താ പ്രശ്നമെന്ന് നോക്കാം. പോസ്റ്റ് അപ്ലോഡ് 405. സോറി, നമ്മളിവിടെ അപ്ലോഡ് എന്ന് പറയുന്ന ഈ എൻഡ് പോയിന്റ് കൊടുത്തതിന് ശേഷം നമ്മൾ മെത്തേഡ് കൂടി മെൻഷൻ ചെയ്യേണ്ടതുണ്ട്. സോ മെത്തേഡ്സ് ഈക്വൽ ടു പോസ്റ്റ് എന്നുകൂടി നമ്മളിവിടെ മെൻഷൻ ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ആ ഒരു എറർ വന്നത്. സോ സേവ് ചെയ്യാം. ഒന്നുകൂടി
റൺ ചെയ്യാം python.app.py. ശേഷം നമുക്ക് നമ്മുടെ വെബ്സൈറ്റിൽ പോവാം, റീഫ്രഷ് ചെയ്യാം, നമുക്ക് നമ്മുടെ ഫയൽ സെലക്ട് ചെയ്യാം. ഫയൽ സെലക്ട് ചെയ്തതിന് ശേഷം അപ്ലോഡ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. നമുക്ക് അപ്ലോഡഡ് സക്സസ്ഫുള്ളി എന്ന് പറയുന്ന മെസ്സേജ് വരും. സോ നമുക്ക് സ്റ്റാറ്റിക് ഫയലിൽ പോവാം, ഇമേജസിൽ പോവാം. ഇമേജസിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ ക്യാറ്റ് എന്ന് പറയുന്ന ആ ഒരു പിക്ചർ ഇവിടെ കാണാൻ സാധിക്കും. സോ ഇനി നമുക്ക് മറ്റൊരു പിക്ചർ കൂടി അപ്ലോഡ് ചെയ്ത് നോക്കാം. സോ നമ്മൾ വീണ്ടും നമ്മുടെ ഹോം പേജിൽ പോകുന്നു, മറ്റൊരു ഡോഗ് എന്ന് പറയുന്ന ഈ ഒരു ഫയൽ സെലക്ട് ചെയ്യുന്നു, അപ്ലോഡ് ചെയ്യുന്നു. അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അപ്ലോഡ് സക്സസ്ഫുള്ളി നമുക്ക് ഡോഗ് എന്ന് പറയുന്ന ഫയൽ ഇവിടെ ലഭിക്കുന്നു. സോ ഇത്തരത്തിൽ നമുക്ക് ഒരു ഫയൽ അപ്ലോഡ് ചെയ്യാൻ സാധിക്കും.